അപ്പൊ ക്ലീ എക്സാം കഴിഞ്ഞ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരുപാട് പേര് ഈ ലോ കോളേജുകളെ പറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കരുതി നിങ്ങളുടെ എല്ലാവരുടെ ചോദ്യത്തിന് ഇന്ന് ഉത്തരം നൽകാന്ന്. അല്ല, ഇതൊക്കെ പറയാൻ നീ ആരാ? എന്നറിയില്ലേ? എന്റെ പേര് ശാലിൻ ജോസ്. ഞാൻ ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോടിലെ തേർഡ് ഇയർ BBA LLB സ്റ്റുഡന്റ് ആണ്. ലോ കോളേജുകളെ പറ്റിയും കോളേജ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യാറുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അല്ല, ഈ 5 ഇയർ സ്റ്റുഡൻസ് അല്ലേ? ഞാൻ 5 ഇയർ ആണ്. അപ്പൊ 3 ഇയർ കാര്യങ്ങളൊക്കെ ആര് പറയും? അയ്യോ, അത് ശരിയാണല്ലോ. 3 ഇയറിനെ പറ്റി ആര് പറയും? അതിനല്ലേ ഞാൻ തോന്നുന്നേ. ഹായ്, ദിസ് ഇസ് മീ ഫ്രെഡീന. ഞാൻ ലോ കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അപ്പൊ നമ്മളിന്ന് ഒരുമിച്ച് ലോ കോളേജുകളെ പറ്റി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഡൗട്ടാണ് ഞങ്ങളുടെ റാങ്കിന് ഗവൺമെന്റ് ലോ കോളേജസിൽ കിട്ടുമോ ഇല്ലയോ, എത്ര വരെ, ഏത് റാങ്ക് വരെ കിട്ടും, എത്ര സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് എല്ലാ ഗവൺമെന്റ് ലോ കോളേജുകളിലും എത്ര സീറ്റ്സ് ആണ് ഉള്ളത്. ലാസ്റ്റ് ഇയറിൽ 2024 ക്ലീയിൽ ലാസ്റ്റ് കട്ട് ഓഫ് റാങ്ക് എത്രയാണെന്നൊക്കെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ എത്ര റാങ്ക് വേണമെന്ന് ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ആ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കീപ്പ് ഇൻ മൈൻഡ്, എല്ലാ വർഷവും ഇതിന് മാറ്റങ്ങളുണ്ട്. സോ ഇതായിരിക്കും ഫൈനൽ, നിങ്ങൾ വിശ്വസിക്കേണ്ട, ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് ഇന്ന റാങ്ക് വരെ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കട്ട് ഓഫിൽ റാങ്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമുക്ക് സീറ്റ് ഉറപ്പിക്കാം. അപ്പൊ അടുത്ത നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആണ്, BBA വേണോ, BCom വേണോ, BA വേണോ എന്ന്. ഫ്രെഡീനെ പറയൂ. ഫ്രെഡീനെ ഏതായിരുന്നു ഡിഗ്രി പഠിച്ചത്? ഞാൻ ഡിഗ്രി BA പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ LLBക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പം എനിക്ക് അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ച ഈ ലോ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ പഠിച്ചതാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ്സിലൊക്കെ വിവിധ ഡിഫറെന്റ് ഡിഗ്രി ചെയ്തിരുന്ന ആൾക്കാരുണ്ട്, MA കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ റിട്ടയർ ആയി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊരു പ്രശ്നം. നിങ്ങൾ ഡിഗ്രി ഏത് ചെയ്തു എന്നുള്ള, ഇപ്പൊ 3 ഇയർ LLBയിൽ ഡിഗ്രി നിങ്ങൾ ഏത് ചെയ്തു എന്നുള്ള പ്രശ്നമല്ല. നിങ്ങൾക്ക് ലോ ഇഷ്ടമാണ്, ലോ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ 5 ഇയറിൽ വരാണെങ്കിൽ BBA ആണോ BCom ആണോ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കും. ഇപ്പൊ BAയുടെ സബ്ജക്ട്സ് പറയുകയാണെങ്കിൽ അത് പക്ക BAയിൽ എന്താ, ഞാൻ BA പഠിച്ചിട്ടില്ല, അതുകൊണ്ട് മാനേജ്മെന്റ് പേപ്പേഴ്സ് ഒന്നും അല്ലല്ലോ. നമുക്ക് ഇംഗ്ലീഷ് പൊളിറ്റിക്സ് അങ്ങനെ. ഇപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ BA ഇംഗ്ലീഷ് ഒക്കെയാണ് അവിടെ. അപ്പൊ അങ്ങനത്തെ കുറെ വ്യത്യാസം. അത് ഓരോ കോളേജിൽ BA വേറെ വേറെ ഒക്കെ ആയിരിക്കും. ഇപ്പൊ BBA BComന്റെ കാര്യം പറയുകയാണെങ്കിൽ BBAന് കുറച്ചും കൂടി ബിസിനസ് പഠിപ്പിക്കുക, BComന് ഫുൾ അക്കൗണ്ടൻസി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ താല്പര്യം നോക്കിയിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഏതാന്ന് വെച്ചാൽ പഠിച്ചു. പിന്നെ BBA BCom എടുക്കുമ്പോൾ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഫീൽഡിൽ ഒരു അപ്പർ ഹാൻഡ് അങ്ങനെയൊന്നുമില്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ നമ്മുടെ മാനേജ്മെന്റ് ഫെസ്റ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ് ആ ഒരു പരിപാടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ BBA നമ്മൾ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. നമ്മൾ ഡിഗ്രി അതുമായിട്ട് നമുക്ക് ഒരു ബന്ധം, ഇപ്പൊ ഞാൻ അതുമായിട്ട് ഒരു ബന്ധമുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കതൊരു പെട്ടെന്നൊരു ന്യൂ സാധനമാണ്. അതെ, പക്ഷെ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നമുക്ക് അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ. +1 സയൻസ് ആയിരുന്നു എന്ന് വിചാരിച്ച് BBA പഠിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. ഏത് സ്ട്രീം ആണെങ്കിലും പഠിക്കാം. ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന വിഷയമുള്ളൂ, വലിയ ടഫ് ഒന്നല്ല. പഠിക്കാം. ആദ്യത്തെ ഒരു സെമസ്റ്ററിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ലോ പൊളിറ്റിക്സ് അല്ലാണ്ട് വേറെ BSc മാത്സ് ഒക്കെ എടുത്ത് ലോ പഠിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടാവും, പിന്നെ അതങ്ങ് ശരിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് നോക്കാം. അപ്പോൾ BBA BCom തന്നെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കോർപ്പറേറ്റ് കിട്ടൂ, അങ്ങനെയൊന്നുമില്ല. അതുണ്ട്, നല്ല റെസ്യൂം ഉണ്ടാവണം, നല്ല നമ്മുടെ സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും, അത്രേ ഉള്ളൂ. അതുണ്ട്, ഇതൊരു ലോ ഡിഗ്രി തന്നെയാണ്. സോ ആ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ കോളേജ് മാറ്റണം എന്നൊന്നുമില്ല. ഇഫ് യു വാണ്ട് അത് നോക്കാം, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്, BBA ഏത് കോളേജിലാണ്, BCom ഏത് കോളേജിലാണ്, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ്. അപ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ തൃശ്ശൂരും കോഴിക്കോടും BBA LLB മാത്രമാണുള്ളത് 5 ഇയർ കേട്ടോ. ഇനി ട്രിവാൻഡ്രത്ത് വരുമ്പോൾ BA LLB ആണ് പഠിക്കുന്നത്. ഇനി എറണാകുളത്ത് വരുമ്പോൾ BCom LLB ആണ്. അതാണ് 5 ഇയറിന്റെ കാര്യം. ഇനി 3 ഇയറിൽ എല്ലായിടത്തും LLB മാത്രമേ ഉള്ളൂ. 3 ഇയർ LLB ആണ്. പിന്നെ തൃശ്ശൂരും കോഴിക്കോടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. എറണാകുളം ലോ കോളേജ് MG യൂണിവേഴ്സിറ്റിയും, ട്രിവാൻഡ്രം ലോ കോളേജ് കേരള യൂണിവേഴ്സിറ്റി. ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റീസ് തമ്മിൽ വരുന്നത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നം എന്ന് വെച്ചാലേ ബാക്കിയുള്ള പ്രൊഫഷൻസി അല്ലല്ലോ, മറ്റേ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും. അപ്പൊ അവർക്ക് എല്ലാവർക്കും എക്സാം ഒരുമിച്ചായിരിക്കും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമുക്കിപ്പോ കോഴിക്കോടുകാർക്ക് ഇപ്പൊ എക്സാം ഉണ്ടാവില്ല, പക്ഷെ ട്രിവാൻഡ്രംകാർക്ക് എക്സാം ഉണ്ടാവും. അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി ക്ലാഷ് ഓഫ് ക്ലൈൻസ് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പഠിക്കണത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ ഞങ്ങൾ പഠിക്കുമ്പോൾ 5 ഇയർകാർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സെമസ്റ്ററിൽ 6 വിഷയം ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു വിഷയം ലാംഗ്വേജും, പിന്നെ 3 മാനേജ്മെന്റും, 2 ലോ സബ്ജക്റ്റ് ആയിരിക്കും. ഇനി അത് സെക്കൻഡ് ഇയർ ആവുമ്പോൾ ലോ സബ്ജക്റ്റിന്റെ എണ്ണം കൂടും, 3 ലോ സബ്ജക്റ്റും 2 മാനേജ്മെന്റും. അങ്ങനെ ഒരു ഫൈനൽ ഇയർ ആവുമ്പോൾ മൊത്തം ലോ സബ്ജക്റ്റ് ആവും. അങ്ങനെയാണ്. അപ്പൊ നമ്മള് 3 വർഷം BBAയും 2 വർഷം ലോ അല്ല, രണ്ടും ഒരുമിച്ച് പഠിക്കണ്ടേ. ഇനി നിങ്ങളുടെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഫുൾ ലോ പേപ്പേഴ്സ് ആണുള്ളത്. നമുക്ക് അതുപോലെ മറ്റേ റെക്കോർഡ്സ് ഉണ്ട്, വൈവാസ് ഉണ്ട്, അങ്ങനെ പരിപാടിയാണ്. അത് ഫുൾ ഉണ്ട്.
പിന്നെ 6M ആണ് വരുന്നത്. നമുക്ക് ഫുൾ ലോ പേപ്പേഴ്സ്, നമുക്ക് അതല്ലാതെ വേറെ ഒന്നുമില്ല. ഫുൾ ലോ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അപ്പൊ കാര്യങ്ങൾ. അങ്ങനെയാണ്. പിന്നെ ലാഗ് ഉണ്ടോ എന്ന് ചോദിക്കുക എല്ലാരും. ഇപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. എക്സാം കറക്റ്റ്, ഒടുക്കത്തെ കറക്റ്റ്. അതായത് നമ്മളിപ്പോ ഒരു സെമ്മ് കയറി കഴിഞ്ഞാൽ 5 മാസം കഴിയുമ്പോഴേക്കും ആ സമയത്ത് തന്നെ എക്സാം നടക്കും, അടുത്ത മാസം റിസൾട്ട് വരും. ഇപ്പൊ എന്റെ 5 സെമസ്റ്റർ കഴിഞ്ഞു കോളേജിൽ, 5ന്റെ റിസൾട്ട് വന്നു. റെഡിനയുടെ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ 4th സെമസ്റ്റർ ഉള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 3 സെമസ്റ്ററിന്റെ എക്സാമും കഴിഞ്ഞു, 3 സെമസ്റ്ററിന്റെ റിസൾട്ടും വന്നു. കറക്റ്റ് ആണ്. അപ്പൊ ആ കാര്യത്തിൽ കറക്റ്റ് ആണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനൊക്കെ 2022 നവംബറിലാണ് കയറിയത്. ഞാൻ 2027 ഒക്ടോബർ ആകുമ്പോഴാണ് എന്റെ കോഴ്സ് കഴിയുക. അതുപോലെ ഫ്രെഡിനയ്ക്കും അങ്ങനെയാണ്. അതേപോലെ തന്നെ, അതായത് നമ്മൾ നവംബറിൽ ആ ടൈമിൽ വന്നോണ്ട് നമുക്കിനി ഇപ്പൊ അടുത്ത നവംബറിനാണ് ഞാൻ പാസ് ഔട്ട് ആവുക. ശരിക്കും അക്കാഡമിക് കളർ എന്ന് പറയുമ്പോൾ ജൂൺ അങ്ങനെയാണല്ലോ പോകുന്നത്. ജൂൺ തുടങ്ങി മാർച്ച് വരെയാണ്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ജൂൺ തുടങ്ങി ഒക്ടോബർ ഒരു സെമ്മും, നവംബർ തുടങ്ങി മാർച്ച് ഒരു നമ്മൾ നവംബറിൽ വന്നതുകൊണ്ടാണ് ആ പ്രശ്നം. അത് കോവിഡ് കാരണം അങ്ങനെ ലാഗായി പോയതാണ്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾക്കത് ആയിരിക്കില്ല. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മാർച്ചിൽ തന്നെ എൻറോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഞാൻ ഇപ്പൊ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി കുട്ടികളൊക്കെ മാർച്ചിൽ തന്നെ എൻറോൾ ചെയ്യും. പക്ഷെ നമ്മൾ 6 മാസം കഴിഞ്ഞിട്ട് എൻറോൾ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ വലിയ റഷോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സെമ്മ് പഠിക്കുമ്പോൾ മറ്റേ സെമ്മിന്റെ എക്സാം അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ സ്ട്രെസ് ഒന്നുമില്ല. ആ ഒരു കാര്യത്തിൽ അടിപൊളിയായിട്ടാണ് പോകുന്നത്. സോ പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്റേൺഷിപ്പ്. എന്താണ് ഇന്റേൺഷിപ്പ്? എന്താണ് ഇന്റേൺഷിപ്പ്? പറയൂ. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞങ്ങൾക്കുള്ളത് 6M ആണുള്ളത്, 6 പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പം 2 സെമ്മ് കഴിയുമ്പോൾ നമ്മൾ 2 ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം, ഇഷ്ടംപോലെ ഇന്റേൺഷിപ്പ് ചെയ്യാം. പക്ഷെ അതായത് 2 സെമ്മ് കഴിയുമ്പോൾ 2 ഇന്റേൺഷിപ്പ്, അതായത് ഒരു ഇയറിൽ 2 ഇന്റേൺഷിപ്പ് നിർബന്ധമായിട്ട് 14 ഡേയ്സ് ഉള്ള ഒരു ഇന്റേൺഷിപ്പ്. ഒരു ഇയറിൽ 28 ഡേയ്സ് ഇന്റേൺഷിപ്പ് ചെയ്യും. ഞങ്ങൾക്കാണെങ്കിൽ ഏപ്രിൽ മെയിൽ സമ്മർ വെക്കേഷൻ ആണ്. അപ്പൊ ആ സമയത്താണ് നമ്മളൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാം. ഞാൻ ഇന്റേൺഷിപ്പിനെ പറ്റി ഒരു വ്ളോഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ചാനലുണ്ട്, കണ്ടാൽ മതി. അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാം. പഠിക്കുന്ന കോളേജ് ടൈമിൽ ചെയ്യണമെന്നില്ല, ഈ ഇന്റേൺഷിപ്പ് ബ്രേക്കിൽ ചെയ്യണം. ഇറ്റ്സ് മാൻഡേറ്ററി. റെക്കോർഡൊക്കെ എഴുതണം. അങ്ങനത്തെ വെക്കേഷൻ നിങ്ങൾക്ക് പോയി ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇത് എവിടെയും എന്താ പറയാ, കേരളത്തില് ഇന്ത്യയിൽ തന്നെ പഞ്ചായത്ത് തുടങ്ങി സുപ്രീം കോടതി വരെയുള്ള എവിടെ അങ്ങനെയാണ്. കോർപ്പറേറ്റുകളില് അങ്ങനെ എല്ലാം ലോ വരുന്ന എല്ലായിടത്തും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എവിടെയാണോ അവിടെ പോയി നിങ്ങൾക്ക്. അങ്ങനെയൊക്കെയാണ് ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ. അപ്പൊ കുറെ പേര് അങ്ങനെയും ചോദിച്ചു. സോ ഇന്റേൺഷിപ്സ് കോളേജിന്റെ സമയത്തല്ല, ഇന്റേൺഷിപ്പിന് വേറെ ഒരു ഇത് നമ്മുടെ കോളേജിന്റെ ആട്ടോ നമ്മൾ പറയുന്നത്. എല്ലാ കോളേജും ഇങ്ങനെയാണെന്നില്ല, നമ്മുടെ കോളേജിൽ ഇങ്ങനെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. പിന്നുള്ള വന്നൊരു ചോദ്യമാണ് ഹോസ്റ്റൽ ഡീറ്റെയിൽസ്. അത് ദൂരെയുള്ള കുട്ടികൾക്ക് വരുമ്പോൾ എങ്ങനെയാണ്, കോളേജിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ, പുറത്താണോ, എങ്ങനെയാണ് അതൊക്കെയെന്ന് ഒരുപാട് അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കും. ചേച്ചി എന്റെ വീട് എറണാകുളത്ത്, എനിക്ക് കോഴിക്കോട്, അങ്ങനെ കുറെ പേര് ചോദിക്കാറുണ്ട്. സോ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതൊരു ഗവൺമെന്റ് ലോ കോളേജ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഹോസ്റ്റലൊന്നും കിട്ടില്ല. ഇവിടെ ദൂരം കൂടുതലുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് തന്നെ എല്ലാ കോളേജിലും അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോളേജിൽ ഭാഗ്യവശാൽ മെൻസ് ഹോസ്റ്റലും വുമൻസ് ഹോസ്റ്റലും ഉണ്ട്. എറണാകുളം ലോ കോളേജിൽ മെൻസ് ഹോസ്റ്റലും വുമൻസ് ഹോസ്റ്റലും ഉണ്ടെങ്കിലും രണ്ടും കോളേജിന്റെ പുറത്താണ്. തൃശ്ശൂര് ഹോസ്റ്റലേ ഇല്ല. ഇനി ട്രിവാൻഡ്രത്താണെങ്കിൽ കോളേജിനകത്ത് വുമൻസ് ഹോസ്റ്റൽ ഉണ്ട്. പിന്നെ പുറത്തുള്ളത് മറ്റേ കേരള യൂണിവേഴ്സിറ്റി മറ്റേ അടികപ്പേര് കൂട്ടുമഴ ഹോസ്റ്റൽ, അതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ. അപ്പോ ഇവിടെ എല്ലാവർക്കും ഈ ദൂരത്തിന്റെ കാര്യമുണ്ട്. ഞങ്ങളുടെ കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റൽ നോക്കേ വേണ്ട, കിട്ടില്ല. സെക്കൻഡ് ഇയർ ആയിട്ടാണ് കിട്ടുക. സെക്കൻഡ് ഇയറിൽ തന്നെ 4th സെമ്മിലേ കിട്ടുള്ളൂ. അത് നിങ്ങളുടെ എന്താ പറയാ ഡിസ്റ്റൻസ് അനുസരിച്ച്. ഇപ്പൊ എനിക്ക് 3 ഇയർ LLBക്ക് 3rd സെമ്മിലായിരിക്കും ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക. 3rd 4th ആ ഒരു ഇതിൽ കേട്ടോ. ദൂരം അനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ നിയർ ബൈ ലൊക്കേഷനിൽ വരുന്നവരാണ്. മലപ്പുറത്ത് വീടുള്ളവര് കോഴിക്കോട് ഹോസ്റ്റൽ കിട്ടുന്ന വിചാരിച്ച് വരണ്ട, കിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാ വർഷവും ഇത് മാറും. ഇപ്പൊ എനിക്ക് എന്റെ വീട് തൃശ്ശൂരാണ്, ഞാൻ ഈ കോഴിക്കോട് ലോ കോളേജിലാണ് പഠിക്കുന്നത്. എനിക്ക് 2 വർഷമായിട്ട് ഹോസ്റ്റൽ കിട്ടുന്നുണ്ട് എന്ന് കരുതി അടുത്ത കൊല്ലെങ്കിൽ കിട്ടണമെന്നില്ല. ദൂരമുള്ള വരുമ്പോ എല്ലാ വർഷവും അഡ്മിഷൻ വരും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ നിങ്ങൾ എവിടെ നിൽക്കും? പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹോസ്റ്റൽസ് അവൈലബിൾ ആയിട്ടുണ്ട്, ഇഷ്ടംപോലെ. ചുറ്റും PG തട്ടിയിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. ഇവിടുത്തെ എന്താ എല്ലാ ലോ കോളേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോളേജുകൾക്ക് സ്ഥിതി ചെയ്യാൻ ചുറ്റും PG നടത്തുന്ന ഒരു സംരംഭമാണ്. ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 5000 തുടങ്ങി 6000 റേറ്റിലേക്കാണ് PG കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാ ഗവൺമെന്റ് ലോ കോളേജുകളും നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവിടെ എല്ലാവരുടെയും സ്ഥിതി എങ്ങനെ. ഇപ്പൊ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ കൂടുതൽ ഹോസ്റ്റലേഴ്സാണ്, അവിടെ ഹോസ്റ്റലില്ല, എന്നാലും ഹോസ്റ്റലേഴ്സാണ് അവിടെ പഠിക്കുന്നത്. മൊത്തം ഈ PG സെറ്റപ്പാണ്. അപ്പൊ അതൊക്കെയാണ് ഹോസ്റ്റൽ. പിന്നെ ഹോസ്റ്റലിന്റെ ടൈമിങ്ങിനെ പറ്റി കുറച്ച് ചോദിച്ചായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിൽ ടൈമിംഗ് ഇല്ല. ലോ കോളേജിന്റെ ഹോസ്റ്റലിൽ
കോഴിക്കോട് ലോ കോളേജിന്റെ ഹോസ്റ്റലിൽ ടൈമിംഗ് ഇല്ല. പുറത്തുള്ള നിങ്ങൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ പല ഹോസ്റ്റലിൽ ഇവിടെ ടൈമിംഗ് ഉണ്ട്, ഇല്ലാത്ത ഹോസ്റ്റൽസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പം കോളേജുകാർ തന്നെ നമുക്കിവിടെ എന്താ ഹോസ്റ്റൽ നമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് വന്നു കഴിഞ്ഞാൽ തന്നെ സീനിയേഴ്സ് കുറെ പേരൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോന്ന് പോയി കണ്ട് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ടൈമിംഗ് ആണ് നമ്മുടെ കോളേജ് ഹോസ്റ്റലില്ല. ഇത് അതാ ഹോസ്റ്റലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫ്രെഡിനുണ്ട് ആ വീഡിയോ. നിങ്ങൾ ആ വീഡിയോ കാണണം ഹോസ്റ്റലിനെ പറ്റിയിട്ട്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചാനലിൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എല്ലാവരും കാണണം. അപ്പൊ അതൊക്കെയാണ് ഹോസ്റ്റൽ കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ നോക്കണ്ട, കിട്ടില്ല. സെക്കൻഡ് ഇയർ തുടങ്ങിയാണ്. അപ്പൊ ദൂരമുള്ള കുട്ടികൾക്കാണ് ഹോസ്റ്റൽ പ്രിഫറൻസ്. അത് തന്നെയാണ് എല്ലാ ലോ കോളേജ് കേട്ടോ. എറണാകുളം ലോ കോളേജൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂരിലുള്ള കുട്ടികൾക്ക് എറണാകുളത്ത് കിട്ടില്ല, ലോ കോളേജ് കിട്ടാൻ ദൂരം. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആസ് ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് സീറ്റ്സിന്റെ അവൈലബിലിറ്റി. അപ്പൊ അതൊക്കെയാണ് ഹോസ്റ്റലിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങൾ ഈ ബ്ലാക്കും വൈറ്റിട്ടപ്പോ നിങ്ങൾ വിചാരിക്കും നമുക്കിവിടെ യൂണിഫോം ഉണ്ടെന്ന്. ഇത് കണ്ടിട്ട് യൂണിഫോം എന്ന് തോന്നുന്നുണ്ടോ? നമുക്കിവിടെ യൂണിഫോം ഇല്ല, ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉള്ള ബ്ലാക്ക് നമ്മൾ ഉള്ള ബ്ലാക്ക് വൈറ്റിട്ട് വന്നേക്കുന്നതാണ്. നമുക്കിവിടെ യൂണിഫോം ഇല്ല. അത് ഗവൺമെന്റ് ലോ കോളേജുകളിൽ ഒന്നും യൂണിഫോം ഇല്ല, ഫുൾ കളർ ഡ്രസ് ആണ്. പക്ഷെ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂഡ് കോഡ് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇടും. ഇനി പ്രൈവറ്റ് കോളേജുകളിൽ യൂണിഫോം ഉണ്ട്, ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂണിഫോംസ് ഉണ്ട്. ഗവൺമെന്റ് ലോ കോളേജുകളിൽ ഒന്നിലും തന്നെ യൂണിഫോം ഇല്ല. ട്രിവാൻഡ്രത്തുണ്ടെന്ന് കേൾക്കുന്നു, പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒന്നും അവിടെ യൂണിഫോം ഒന്നും ഇല്ല. അതാണ്. പിന്നെ ദ ഹൈലൈറ്റിംഗ് പോയിന്റ് ഓഫ് GLCs എന്താണത്? ഫീസ്. യെസ്, വളരെ വളരെ അഫോർഡബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മനസ്സിലാവും GLCയിലേക്ക് എത്ര പൈസയാണ് ചോദിക്കണേന്ന്. നമുക്ക് സെമസ്റ്റർ ഫീസ് 2000 താഴെയാണ് വരുന്നത്. പിന്നെ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും ഒരു മാസം 1500 2000 ഇടയിലാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഫീസ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ അങ്ങനത്തെ കുറെ ഫീസ് ഭയങ്കര അതെല്ലാ ഗവൺമെന്റ് കോളേജുകളിലും ഫീസ് വളരെ തുച്ഛമാണ് നിങ്ങൾക്ക്. ആൻഡ് ഇറ്റ് ഇസ് വെരി ഏതാണ് ഏറ്റവും ഹൈലൈറ്റിംഗ് പോയിന്റ്, നമുക്ക് അത്രയും ഫീസ് കുറവിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ചിറങ്ങും. അത് റാങ്ക് ക്രാക്ക് ചെയ്തവര്, ഞാൻ എപ്പോഴും വിചാരിക്കും ക്രാക്ക് ചെയ്തൊരു ടോപ്പ് റാങ്ക്സ് ഉള്ളവരൊക്കെ പ്രൈവറ്റ് പഠിക്കാറുണ്ട്, ഇറ്റ്സ് അപ് ടു യു. പക്ഷെ ആ ഭയങ്കരമായിട്ട് ഫീസ് കുറഞ്ഞ ഫീസ് നമുക്ക് അത്യാവശ്യം എക്സ്പോജർ കിട്ടും. നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്ത് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് LLB പഠിച്ചാൽ അങ്ങനെ ആ ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ പറയും, നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പറയും ഗവൺമെന്റിൽ പഠിച്ച ജീവിതം പഠിക്കുന്നു പറയും. കാരണം നമ്മളിങ്ങനെ എല്ലാത്തിലേക്കും ഇങ്ങനെ കൊണ്ടിട്ടേക്കാണ്, അങ്ങനെയാണ്. അപ്പൊ ഫീസ് ഭയങ്കര കുറവാണ് നമ്മുടെ കോളേജില്. പ്രൈവറ്റ് കോളേജിൽ അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഫീസിന്റെ കാര്യത്തിലാണെങ്കിൽ ഫീസ് കുറവ് പഠിക്കണം എന്നാണെങ്കിൽ പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, കോളേജിലെ ടീച്ചിങ് പരിപാടികൾ എങ്ങനെയുണ്ട്, പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ട്, ടൈമിംഗ് എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു കാര്യം. അപ്പൊ എന്താണ് ഫ്രെഡിനൊക്കെ കോളേജ് ടൈമിങ്ങിനെ പറ്റി പറയാനുള്ളത്? കോളേജ് ടൈമിംഗ് മഴക്കാലത്ത് 8:30 ക്ലാസ് വെക്കുന്നത് നിരോധിക്കണം. നമ്മുടെ കോളേജിലുണ്ടല്ലോ 8:30 ക്ലാസ് തുടങ്ങും. എന്നിട്ട് ഇവർക്ക് ഞങ്ങൾക്ക് 3 years 1:15 വരെ 1:15 വരെ ക്ലാസ് ഉള്ളൂ. ഞങ്ങൾക്ക് 2:45 വരെ ചിലപ്പോ ക്ലാസ് ഉണ്ട്. അതായത് ഉച്ചവരെ ക്ലാസ് ഉണ്ട്, പക്ഷെ 8:30 തുടങ്ങും. അതൊരു ടാസ്ക് പിടിച്ച പരിപാടിയാ. പക്ഷെ 8:30 to 1:15 ആണ് ടൈമിങ് 3 year LLBക്ക്. നിങ്ങൾക്ക് 2:30 വരെ 2:45 വരെ. പക്ഷെ എന്താ അറിയോ, അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില ദിവസം നിങ്ങൾക്ക് 9:30 to 11:30 വരെ ഉണ്ടാവുള്ളൂ. ടൈം ടേബിൾ ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ അനുസരിച്ച് മാറും. അപ്പൊ നമ്മുടെ ടൈമിങ് ഇതാണ് നമ്മുടെ കോളേജിലെ ടൈമിങ്. ഇനി എറണാകുളത്ത് വരുമ്പോൾ അവിടെ 9 തുടങ്ങി 4 വരെ ഉണ്ട്. തൃശ്ശൂർ വരുമ്പോഴും 9 തുടങ്ങി 3 വരെ ഉണ്ട്. ട്രിവാൻഡ്രത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉച്ചവരെ ഉള്ളതാണ്. അപ്പൊ അതാണ് ലോ കോളേജിന്റെ ടൈമിങ്സ് ഒക്കെ. ഇനി ഞങ്ങളുടെ കോളേജിൽ എന്തുകൊണ്ടാണ് ഉച്ചവരെ എന്ന് ചോദിച്ചാൽ പറയൂ, പാർട്ട് ടൈം. നമ്മുടെ കോളേജിൽ എല്ലാരും പാർട്ട് ടൈമിന് വന്നപ്പോൾ ലൈക്ക് എല്ലാരും ഒരുമാതിരിപ്പെട്ട എല്ലാരും തന്നെ പോകുന്നത് ഫ്രൈഡേനൊക്കെ പോകുന്നുണ്ട്. പാർട്ട് ടൈം പരിപാടിയാണ്. നമുക്കത് കുറച്ചുകൂടെ സുഖമാണ്. നമുക്ക് ഉച്ചവരെ ക്ലാസ് നമുക്ക് പാർട്ട് ടൈമിന് പോവാം. ഓൾമോസ്റ്റ് ഞാൻ കണ്ടതിൽ എല്ലാവരും തന്നെ പാർട്ട് ടൈം ഒന്നെങ്കിലും പാർട്ട് ടൈമിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ഉണ്ട് ഇതുപോലെ വീഡിയോസ് ഇടുന്നു. അങ്ങനത്തെ ഒരു എൻഗേജ്മെന്റ്. അങ്ങനെ ഇതില്ല ലോ അഡ്വക്കേറ്റ്സിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പോയി ചെയ്യുന്നവരുണ്ട്, അല്ലാത്ത വർക്ക് ചെയ്യുന്നവർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. കുറെ ട്യൂഷൻ എടുക്കാൻ പോകുന്നു. അങ്ങനെ അത് എല്ലാ ലോ കോളേജിലും എല്ലാ ഗവൺമെന്റ് ലോ കോളേജിലെ കുട്ടികൾ പാർട്ട് ടൈം പോകുന്ന പിള്ളേരാണ്. അറ്റൻഡൻസ് മുഖ്യം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ 10 മിനിറ്റ് അറ്റൻഡൻസ് എടുക്കും. ആ സീനാണ്. അതാണ് നിങ്ങൾക്ക് 75% മിനിമം വേണം. അത് നിങ്ങൾ വാങ്ങിക്കണം, അത് വേറെ. പിന്നെ അതിൽ കൂടുതൽ ഞങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങൾക്കെന്ന് പറഞ്ഞ എക്സാം 100 മാർക്കിനാണ്. അതിൽ 75 മാർക്ക് നമ്മൾ എഴുതി വയ്ക്കണം. ബാക്കി 25 മാർക്ക് ഇന്റേണൽ മാർക്കാണ്. അതിൽ 5 മാർക്ക് അറ്റൻഡൻസ്,
10 മാർക്ക് എന്തായിരുന്നു അസൈൻമെന്റ്, 10 മാർക്ക് ഇന്റേണൽ മാർക്ക്. അതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. അപ്പൊ ഈ അറ്റൻഡൻസ് കുറച്ച് സീനാണ്. അതെ, നമുക്ക് കുറച്ച് ക്ലാസ് അവേഴ്സും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും പോലും ക്ലാസ് അവേഴ്സ് കിട്ടില്ല. അപ്പൊ ഒരു ടീച്ചറിന് കിട്ടുന്ന പീരീഡ് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ദിവസം ആബ്സെന്റ് ആയത് നമ്മുടെ അറ്റൻഡൻസ് പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റയടിക്ക് കുറയും. നിങ്ങൾ വിചാരിക്കും 75 വരെ വാങ്ങിക്കാന്ന്, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ 2-3 ലീവ് എടുത്താൽ പോലും ഒറ്റയടിക്ക് അങ്ങോട്ട് അറ്റൻഡൻസിന്റെ ഒരു പ്രഷർ ഉണ്ടോന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ അറ്റൻഡൻസിന് വേണ്ടി വരുന്നവരാണ് ഇവിടെയുള്ള കുറച്ചധികം പേര്. അപ്പൊ അതെങ്ങനെയാണ്. പിന്നെ ടീച്ചിങ് മറന്നുപോയി. ടീച്ചിങ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ടീച്ചിങ്? കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇവിടെ കൂടുതലും എന്താ, ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ആക്ച്വലി വിചാരിച്ചു ജഡ്ജിമാരൊക്കെ ആയിരിക്കും ലോ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി. അല്ല കേട്ടോ, ഇവിടെ LLM ഒക്കെ പഠിപ്പിച്ച് ചിലതൊക്കെ നമ്മുടെ കുറച്ചധികം പ്രൈവറ്റേഷൻ ആൾക്കാരൊക്കെ ആയിരിക്കും. നമുക്ക് കൂടുതലും ഗസ്റ്റ് ലെക്ചേഴ്സ് ആണ്. പക്ഷെ വേറെ ലോ കോളേജുകൾ അങ്ങനെയല്ല. നമ്മൾ അന്വേഷിച്ചപ്പോ കുറെ കോളേജുകൾ തൃശ്ശൂരാണേലും എറണാകുളത്താണേലും പെർമനന്റ് ഫാക്കൽറ്റീസ് ഉണ്ട്. നമ്മുടെ കോളേജിൽ പെർമനന്റ് ഫാക്കൽറ്റീസ് കുറവാണ്. ഉണ്ടെങ്കിലും അവരെടുക്കുന്നത് LLM മാർക്കാണ്. അപ്പൊ നമുക്ക് ആക്സസ് കൂടുതലും ഗസ്റ്റ് ടീച്ചേഴ്സ്. അതിന്റെ ഒരു കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ യെസ് ദർ ഇസ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം, കംഫർട്ടബിൾ ആണ്. അതും കൂടി പറയാം. അപ്പൊ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്, പഠിക്കുന്നില്ല, നമ്മള് ക്ലാസ് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ. ക്ലാസ് ശ്രദ്ധിച്ചാൽ പഠിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് ടീച്ചിങ്ങിന്റെ വിശേഷങ്ങൾ. ഇത് സ്പൂൺ ഫീഡിങ് അല്ല നമുക്ക്. അതാണ് മെയിൻ. ഞങ്ങള് ഗവൺമെന്റ് ലോ കോളേജ് സ്റ്റുഡൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ആരും ഒന്നും വന്ന് പറഞ്ഞു തരില്ല, നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പോകണം. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പെർമനന്റ് ഫാക്കൽറ്റീസ് അല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇറ്റ്സ് ലൈക്ക് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, അതാണ് സംഭവം. അതാണ് ഗവൺമെന്റ് ലോ കോളേജിനെയും പ്രൈവറ്റ് കോളേജിനെയും വ്യത്യസ്തപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം. പ്രൈവറ്റ് കോളേജിൽ നല്ലൊരു ടീച്ചിങ് സെറ്റപ്പ് ഉണ്ട്, നന്നായിട്ട് ക്ലാസ് പഠിപ്പിച്ചു തരും, നോട്ട് ഉണ്ടാക്കി തരും, എല്ലാം പഠിപ്പിച്ചു തരുന്ന ഒരാളുണ്ടാവും. പക്ഷെ കോഴിക്കോടല്ല, ഗവൺമെന്റ് കോളേജ് അത് കുറവാണ്. അത് ഏത് കോളേജിൽ പോയാലും നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിക്കണം. ആ ഒരു എന്താ പറയാ സെൽഫ് ലേണിംഗ്, ആ സാധനം നല്ലോണം ഒരു GLC പഠിച്ചാൽ കിട്ടും. സോ ഗൈസ്, നമ്മളെ കുറച്ച് ബ്ലാ 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 ആയോന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ പേഴ്സണൽ ആയിട്ട് പറയുന്നുണ്ട്, പോഡ്കാസ്റ്റ് പോലെ നീണ്ടു പോകുന്നു എന്നൊരു സംശയമുണ്ട്. നീണ്ട പോലെ എനിക്ക് തോന്നി. അപ്പോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് നമ്പർ 2. അപ്പൊ അതുവരെ കീപ് സബ്സ്ക്രൈബ്, വീഡിയോസ് ഒക്കെ കാണാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ.